ക്ഷേത്രത്തിൽ മോഷ്ടിക്കാനെത്തിയ മോഷ്ടാവ് ഉറങ്ങിപ്പോയി. കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് പിടികൂടിയ മോഷ്ടാവിനെ പോലീസിൽ ഏൽപ്പിച്ചു. നിരവധി മോഷണക്കേസിലെ പ്രതിയായ സെന്തിലിനെയാണ് പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. നെയ്യാറ്റിങ്കര കോവില്ലൂർ ശ്രീ കഴകുവാൽ വട്ടം ഭഗവതി ക്ഷേത്രത്തിലാണ് സംഭവം. വൈകുന്നേരം മാത്രം പൂജയുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. എന്നാൽ ഇന്ന് രാവിലെ അയ്യപ്പൻകെട്ടിന്റെ ഭാഗമായി ക്ഷേത്ര പൂജാരി നട തുറക്കാനെത്തിയപ്പോഴാണ് ശ്രീകോവിൽ തുറക്കാൻ സാധിച്ചില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പൂട്ടുപൊളിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി തകരാറിലായെന്ന് മനസ്സിലായി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ക്ഷേത്ര തിളപ്പള്ളിയുടെ വാതിൽ പൊളിച്ച് അകത്തിരുന്ന് ഉറങ്ങുന്ന മോഷ്ടാവിനെയാണ് കാണുന്നത്. ക്ഷേത്ര പൂജാരി വിളിച്ചിട്ടും മയക്കത്തിലായിരുന്നു. മോഷ്ടാവിനെ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് വെള്ളട പോലീസിന് കൈമാറുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദിണ്ടിഗൽ സ്വദേശിയായ സെന്തിലാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അയ്യപ്പക്കെട്ടുള്ളതുകൊണ്ട് ഇന്ന് രാവിലെ നട തുറക്കാൻ വേണ്ടി പോറ്റി വന്നപ്പോൾ കാര്യാലയത്തിനകത്ത് കസ്റ്റഡിയിൽ ഒരാളിരുന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ പോറ്റി വിചാരിച്ചു അയ്യപ്പക്കെട്ടിൻ്റെ ആരെങ്കിലും ആയിരിക്കും, നേരത്തെ വന്നിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ താക്കോല് പുള്ളി കാലിൽ ചവിട്ടി പിടിച്ചിരുന്നു തറയിൽ. താക്കോലെടുത്ത് പോറ്റി ക്ഷേത്രത്തിൻ്റെ വലിയമ്പലത്തിൻ്റെ നട തുറന്നു. ഒന്നാമത്തെ നട തുറന്ന് രണ്ടാമത്തെ നട തുറക്കാൻ വേണ്ടി നോക്കിയപ്പം അത് തുറക്കാൻ പറ്റുന്നില്ല. അതിരി വലിയ വാതിലാണ്. സാധാരണ നമ്മളിവിടുന്ന് കഴകമാണ് വന്ന് തുറക്കാറ്. അപ്പോൾ അത് തുറക്കാൻ തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ടാമത് വീണ്ടും ഈ പുള്ളിയെ വന്ന് കണ്ട് ഇതുപോലെ തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ വിളിച്ചിട്ട് ഈ പുള്ളി എണീക്കുന്നില്ല. ഇയാൾ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഉറങ്ങിയിരിക്കുകയാണ്. പിന്നെ അടുത്ത് ബാക്കി കമ്മിറ്റി അംഗങ്ങളെയൊക്കെ വിളിച്ചറിയിച്ചു. പോറ്റി എന്നെ വിളിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കമ്മിറ്റി അംഗങ്ങളെ വിളിച്ചറിയിച്ചു. അപ്പോൾ അവരൊക്കെ വന്ന് തട്ടിയാണ് അയാൾ ഉണർത്തിയത്. അപ്പോൾ ഇയാൾ അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല. തമിഴാണെന്ന് തോന്നുന്നു. ചോദിക്കുന്ന കാര്യങ്ങൾ പേപ്പറിൽ എന്തൊക്കെയാണ് എഴുതിത്തരാം. അങ്ങനെ പേപ്പറിൽ തമിഴിൽ എന്തൊക്കെ കുറച്ച് പത്രപേപ്പറിൽ എഴുതി തന്നു. പിന്നെ നമ്മൾ പോലീസിനെ അറിയിച്ചു. അങ്ങനെ അവർ വന്ന് പരിശോധിച്ചപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് സോപ്പ്, എണ്ണ, ഈ സോപ്പ് പൊടി, ഷാമ്പു അതേപോലത്തെ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിലൊരു കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടുപ്പിൽ എന്തോ പണമാണെന്ന് തോന്നുന്നു, കുറച്ച് പൈസ ഇടുപ്പിൽ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ അല്ല, നമ്മൾ നോക്കിയിട്ട് ഇവിടുത്തെ അല്ല. അപ്പോൾ അങ്ങനെയാണ് പുള്ളിയെ പോലീസിനെ ഏൽപ്പിച്ചത്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും അതിർത്തി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സെന്തിലിനെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സ്റ്റേഷനുകളായി നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറയുന്നു. പ്രധാനമായും കാണിക്കവഞ്ചികൾ കുത്തിത്തുറന്നുള്ള മോഷണമാണ് ഇയാളുടെ രീതിയെന്നും അവസാനമായി കേസ് രജിസ്റ്റർ ചെയ്തത് പാലക്കാട്ടിലാണെന്നും പോലീസ് പറയുന്നു. പ്രതിയെ നെയ്യാറ്റിങ്കര കോടതിയിൽ ഹാജരാക്കും. GTV ന്യൂസ്, നെയ്യാറ്റിങ്കര.